ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ക്ലോത്ത് ബൈ റോസ്. അപ്പോൾ ഇന്ന് ഓർഗൻസയിൽ ഫ്ലോറൽ ഓർഗൻസയിൽ വരുന്ന ഒരു ഫ്രോക്കാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ചെറുതായിട്ടൊരു ഹാൻഡ് വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. പഫ് സ്ലീവാണ് കൊടുത്താണത്. അപ്പോൾ അതിനായിട്ട് ഞാൻ 3 മീറ്റർ ഓർഗൻസ എടുത്തിട്ടുണ്ട്, ഫ്ലോറൽ ഓർഗൻസ. പിന്നെ ഒരു 1/4 മീറ്ററോളം അതിൻ്റെ സെയിം കളർ നെറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ 3 മീറ്റർ തന്നെ നമ്മളുടെ ഈ ഒരു ക്രേപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ, ലൈനിങ്. അപ്പോൾ ആദ്യമേ തന്നെ നമ്മളൊന്ന് അയൺ ചെയ്തിട്ട് ഒരു 1/2 ഇഞ്ച് നമ്മൾ ഷോൾഡർ അലവൻസ് മാർക്ക് ചെയ്യുക. അതിന് ശേഷം നമ്മളുടെ ഷോൾഡർ എത്രയാണോ അത്രയും മാർക്ക് ചെയ്യുക. അപ്പോൾ 5 ഇഞ്ചാണ് എൻ്റെ ഷോൾഡർ വരുന്നത്. അപ്പോൾ അത് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ശേഷം ഒരു 4 ഇഞ്ച് മിഡ് ആം ഹോൾ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ചെസ്റ്റ് അളവ് 6 ഇഞ്ചാണ് വരുന്നത്. അതായത് ചെസ്റ്റിൻ്റെ കൂടെ 2 ഇഞ്ച് ലൂസ് ആഡ് ചെയ്തിട്ട് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 22 ചെസ്റ്റെങ്കിൽ നമ്മൾ 2 ഇഞ്ച് ലൂസ് ആഡ് ചെയ്യുക. അപ്പോൾ 24 കിട്ടും. അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 10 ഇഞ്ച് യോക്ക് ലെങ്ത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ റൗണ്ട് വരുന്നത് 5.5 ഇഞ്ചാണ്. അപ്പോൾ യോക്കിൻ്റെ റൗണ്ട് എത്രയാണോ അതിൻ്റെ കൂടെ 2 ഇഞ്ച് ലൂസ് ആഡ് ചെയ്തിട്ട് അതിനെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ശേഷം നമ്മുടെ സീം എലമെൻറ്റ്സ് ഒക്കെ സാധാരണ വിടണ പോലെ തന്നെ വിട്ടിട്ട് നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. പിന്നീട് ഞാനൊരു 4 ഇഞ്ചോളം ട്രാൻസ്പെറൻറ്റ് കൊടുത്തിട്ടുണ്ട്. 2.5 ഇഞ്ചാണ് നമ്മുടെ ഈ ഒരു നെക്കിൻ്റെ ലെങ്ത്ത് കൊടുത്തേണ്ടത്. പിന്നീട് 3 ഇഞ്ചോളം ഞാൻ നെക്കിൻ്റെ വൈഡ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് നമ്മൾ കൃത്യമായിട്ട് തന്നെ നമ്മുടെ ഈ ലൈനിങ്ങിൽ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ ഫിനിഷ് ചെയ്യണത് ക്യാൻവാസിലായിരിക്കും. അപ്പോൾ 4 ഇഞ്ചാണ് ട്രാൻസ്പെറൻസിയുടെ ലെങ്ത്ത് വരുന്നത്, 2.5 ഇഞ്ച് നെക്കിൻ്റെ ലെങ്ത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ മാർക്ക് ചെയ്യണതായിരിക്കും നല്ലത് കേട്ടോ. അപ്പോൾ നമുക്ക് ക്യാൻവാസ് കട്ട് ചെയ്യുമ്പോൾ കുറച്ചും കൂടി എളുപ്പമായിട്ട് തോന്നും. ഇനി ഫ്രണ്ട് പോർഷൻ വെച്ചിട്ട് നമ്മൾ ബാക്ക് മാർക്ക് ചെയ്യുകയാണ് ചെയ്യണത്. അപ്പോൾ ബാക്കിൽ ഞാൻ സിബ് കൊടുക്കുന്നുണ്ട്. ആ സിബിന് വേണ്ട ഒരു ഇഞ്ച് ഫോൾഡ് ചെയ്തിട്ടിട്ട് 1 ഇഞ്ച് ഞാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ശേഷം നമ്മളുടെ ഈ ബാക്ക് പോർഷൻ വെച്ചിട്ട് നമ്മൾ ഫ്രണ്ട് പോർഷൻ വെച്ചിട്ട് നമ്മൾ ബാക്ക് പോർഷൻ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു സീം അലവൻസ് എല്ലാം മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ബാക്ക് പോർഷനിൽ നമ്മൾ അളവെല്ലാം അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. എപ്പോഴും നമ്മൾ വിട്ടുപോകുന്ന ഒരു കാര്യമാണ് ബാക്ക് പോർഷൻ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രണ്ട് പോർഷൻ്റെ ആ ഒരു ആം ഹോൾ കുഴിച്ച് വെട്ടാനുള്ളത്. അപ്പോൾ നമ്മളത് മറക്കാതെ തന്നെ ബാക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രണ്ട് പോർഷൻ നല്ല രീതിയിലൊന്ന് കുഴിച്ച് വെട്ടി കൊടുക്കുക. ശേഷം നമ്മൾ ക്യാൻവാസ് ആണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാനൊരു ട്രേസിങ് വീൽ വെച്ചിട്ട് നമ്മളുടെ ആ ഒരു ലൈനിങ്ങിൻ്റെ നെക്ക് അടയാളപ്പെടുത്തിയല്ലോ, അതൊന്ന് ട്രേസ് ചെയ്തെടുത്തിട്ടാണ് നമ്മുടെ ഈ ഒരു ക്യാൻവാസ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഫ്രണ്ട് പോർഷനിലെ ക്യാൻവാസ് ആണ് ഇങ്ങനെ വരുന്നത്. ബാക്ക് സാധാരണ പോലെ തന്നെ നമ്മൾ ഒരു റൗണ്ട് ചെയ്തിട്ട് ഒരു നെക്കാണ് കട്ട് ചെയ്തെടുത്താണത് കേട്ടോ. അപ്പോൾ ബാക്ക് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഒരു സിബിൻ്റെ അലവൻസ് നമ്മൾ 1 ഇഞ്ച് വിട്ടിട്ടുണ്ടായിരുന്നല്ലോ, അത്രയും തന്നെ നമ്മൾ ക്യാൻവാസിലും വിടാനായിട്ട് ശ്രദ്ധിക്കുക. ശേഷം 3 ഇഞ്ച് വിട്ടിലും ഒരു 2-2.5 ഇഞ്ച് ലെങ്ത്തിൽ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് നമ്മളുടെ ഒരു മെഷർമെൻ്റ് അനുസരിച്ച് ബാക്കിൻ്റെ ലെങ്ത്ത് കൂട്ടും കുറയ്ക്കും എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ അതൊന്ന് നമ്മൾ കട്ട് ചെയ്തെടുക്കാം. ബാക്ക് കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിബ് ഉണ്ടെങ്കിൽ അതിൻ്റെ സീം അലവൻസ് എക്സ്ട്രാ സെൻറ്ററിൽ വിടാനായിട്ട് മറക്കരുത് കേട്ടോ. ഇനി നമ്മുടെ ആ ഒരു ഫ്രണ്ട് പോർഷൻ്റെ ആ ഒരു നെക്ക് ഉണ്ടല്ലോ, ആ ഒരു 4 ഇഞ്ച് നമ്മൾ കട്ട് ചെയ്താണ് നെക്ക്, അതൊരു 1/2 ഇഞ്ച് നമ്മൾ സീം എലവൻസ് വിട്ടിട്ട് കട്ട് ചെയ്തെടുക്കുക. ശേഷം നമ്മുടെ ഈ ഒരു പോർഷൻ വെച്ചിട്ട് നമ്മുടെ മെയിൻ പീസ് ഓർഗൻസയിൽ നമ്മൾ ഇത് കട്ട് ചെയ്യുകയാണ് ചെയ്യണത്. അതിനുശേഷം നമ്മുടെ നെക്കിൻ്റെ അവിടെ നമ്മൾ ട്രാൻസ്പെറൻസി ആണ് പറഞ്ഞായിരുന്നു. അപ്പോൾ ആ ഒരു നെറ്റും കൂടി ഞാൻ എക്സ്ട്രാ അടിയിലോട്ട് കുറച്ചധികം സീം എലവൻസ് വിട്ടിട്ട് നമ്മൾ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ നെക്കും ഇതിൻ്റെ ഒപ്പം തന്നെ കട്ട് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. ഇനി നമ്മൾ അടിയിലോട്ടുള്ള ഒരു അമ്പർലയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാനത് സിംഗിൾ അമ്പർല ആയിട്ടാണ് കട്ട് ചെയ്യണത്. അപ്പോൾ 2ആയിട്ട് മടക്കിയിട്ടിട്ടുള്ളൂ, 4ആയിട്ടല്ല കേട്ടോ. 4ആയിട്ട് മടക്കുമ്പോഴാണ് നമുക്കിത് ഫുൾ അമ്പർല കിട്ടണത്, ഫുൾ സർക്കിൾ കിട്ടുക. ഇത് ഹാഫ് സർക്കിളാണ് വരിക, അതിനെയാണ് കേട്ടോ സിംഗിൾ അമ്പർല എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ആദ്യമേ തന്നെ ഒരു 6 ഇഞ്ച് ലെങ്ത്തിൽ നമ്മളൊന്ന് റൗണ്ട് ചെയ്ത് കൊടുത്തു. പക്ഷെ അത് എനിക്ക് എൻ്റെ കൃത്യം ഒരു റൗണ്ട് വന്നില്ല കേട്ടോ. അപ്പോൾ ഞാനതൊരു 8 ഇഞ്ചോളം റൗണ്ടിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് റൗണ്ട് ചെയ്യാണ് ചെയ്യണത്. അപ്പോൾ നമുക്ക് ആ ഒരു വേസ്റ്റിൻ്റെ റൗണ്ട് വരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യോക്ക് കട്ട് ചെയ്ത് 5.5 ഇഞ്ചാണ് ഫോൾഡ് ചെയ്തിട്ട് നമ്മൾ ഇട്ടത്. അപ്പോൾ അത് 4 ഇഞ്ച് കൊണ്ട് 4 മടക്കിയിട്ടാണ് 4 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് നമുക്ക് 5.5 കിട്ടിയത്. പക്ഷേ നമ്മൾ ഈ അമ്പർല നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ 2 കൊണ്ടാണ്, അതായത് സിംഗിൾ അമ്പർലയാണ് നമ്മൾ 2ആയിട്ടാണ് മടക്കി ഇട്ടേണത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 5.5 ഇഞ്ചാണ് നമ്മൾ 4ആക്കി മടക്കിയെങ്കിൽ നമുക്ക് കിട്ടിയെങ്കിൽ അതിനെ 2ആയിട്ട് മടക്കുമ്പോൾ അതൊരു 11 ഇഞ്ച് വരുമല്ലോ. അപ്പോൾ 11 ഇഞ്ച് പ്ലസ് നമ്മുടെ സിബിൻ്റെ 1 ഇഞ്ച് എക്സ്ട്രാ കിട്ടണം. അങ്ങനെ ടോട്ടൽ 12 ഇഞ്ച് കിട്ടണ ആ ഒരു റൗണ്ട് ആയിരിക്കണം നമ്മളുടെ ഈ ഒരു അംബ്രല്ലയുടെ
ഈ മുകളിലത്തെ റൗണ്ട്. അതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള ലെങ്ത്ത് ഒരു 21 ഇഞ്ചോളം ഞാൻ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മടക്കടിക്കാനുള്ള സീം അലവൻസ് അടക്കമാണ് 21 ഇഞ്ച്. അപ്പോൾ ആ ഒരു 21 ഇഞ്ച് നമ്മൾ ഫുള്ളായിട്ട് റൗണ്ട് ചെയ്തിട്ട് മാർക്ക് ചെയ്ത് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. ശേഷം നമ്മുടെ മെയിൻ മെറ്റീരിയൽ നമുക്ക് ആവശ്യമുള്ള ഒരു ലെങ്ത്തിൽ നമ്മൾ 2 പീസായിട്ട്, 2 പീസല്ല 2 ലെയറിൽ നമ്മൾ സ്ട്രെയിറ്റ് പീസിലാണ് പ്ലീറ്റ് ഇട്ട് കൊടുക്കുന്നത്. പക്ഷേ ഫസ്റ്റത്തെ ലെയർ നമ്മൾ അംബ്രലയിലാണ് പ്ലീറ്റ് ഇടുന്നത്. അപ്പോൾ രണ്ടാമത്തെ മൂന്നാമത്തെ ലെയർ സ്ട്രെയിറ്റിലാണെങ്കിൽ ഫസ്റ്റത്തെ ലെയർ നമ്മൾ അംബ്രലയിലാണ്. അപ്പോൾ ആദ്യമേ തന്നെ അത് 4 മടക്കിയിട്ടാണ് കേട്ടോ. കാരണം നമ്മൾ ബോക്സ് പ്ലീറ്റ് ആണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ബോക്സ് പ്ലീറ്റ് ഇട്ട് കൊടുക്കണമെങ്കിൽ അത്യാവശ്യം നമുക്ക് ഫ്ലെയർ വേണ്ടേ. അപ്പോൾ അതിനായിട്ട് നമ്മൾ 4 മടക്കിയിട്ട് ഒരു 8 ഇഞ്ചോളം തന്നെ ഞാൻ അതിൻ്റെ ഒരു റൗണ്ട് ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ട് പിന്നെ നമുക്ക് ആവശ്യമുള്ളൊരു ലെങ്ത്ത്, അതായത് 9 ഇഞ്ചോളം ഞാൻ മാർക്ക് ചെയ്തിട്ട്, സാധാരണ നമ്മൾ അംബ്രല കട്ട് ചെയ്യണ പോലെ തന്നെ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഫ്രണ്ട് പീസ് വരുന്നത്. അത്യാവശ്യം ഫ്ലെയർ നമ്മൾ ആ ഒരു വേസ്റ്റിൻ്റെ പോർഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗം നമ്മൾ ബോക്സ് പ്ലീറ്റ് ഇട്ടാണ് കൊടുക്കുന്നത്. ഇനി രണ്ടാമത്തെയും മൂന്നാമത്തെയും ലെയർ ഞാൻ സ്ട്രെയിറ്റിലാണ് കേട്ടോ കട്ട് ചെയ്യണത്. ഇപ്പോൾ മെറ്റീരിയൽ കൂടുതലുള്ളവർക്കാണെങ്കിൽ അത് അംബ്രലയിൽ തന്നെ ചെയ്യാം. പക്ഷേ ഞാൻ 3 മീറ്റർ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അത് നമുക്ക് അംബ്രലയിൽ കട്ട് ചെയ്തെടുക്കാനുള്ളത് തികയില്ല. അപ്പോൾ അതിൻ്റെ ഒരു ലെങ്ത്ത് ഞാനൊരു 11 ഇഞ്ചിൽ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. മടക്കി അടിക്കാനുള്ളതും മുകളിലോട്ട് കയറ്റി വെക്കാനുള്ള ലെങ്ത്ത് കൂട്ടിയിട്ടാണ്. എനിക്ക് ഒരു 9 ഇഞ്ചിൻ്റെ ആവശ്യമുള്ളൂ, പക്ഷേ ഞാൻ 2 ഇഞ്ചോളം കൂടുതൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മൾ അത്യാവശ്യം ഒരു 6 പീസോളം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ സ്ലീവാണ് കട്ട് ചെയ്യണത്. അപ്പോൾ ഞാനതൊരു സീം അലവൻസ് ആ ഒരു വര വരച്ചിട്ടുണ്ട്. അതിന് മുകളിലോട്ടൊരു 4 ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തേണ്ടത്. ശേഷം നമ്മുടെ ആം ഹോളിൻ്റെ ഹാഫ് മാർക്ക് ചെയ്തിട്ട് 2 ഇഞ്ച് താഴത്തോട്ട് മാർക്ക് ചെയ്യുക. ശേഷം അത് ഡയഗണലി വരച്ചിട്ട് സാധാരണ സ്ലീവിൻ്റെ ഒരു ബേസിക് ബോഡി പാറ്റേൺ നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നല്ല രീതിയിലൊന്ന് അയൺ ചെയ്യാൻ മറക്കരുത് കേട്ടോ. കാരണം എൻ്റെ അടുത്ത് കറണ്ട് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ അയൺ ചെയ്യാതിരുന്നത്. അപ്പോൾ ചുളുക്കൊക്കെ കാണാനുണ്ട്. അപ്പോൾ ഒന്നും കൂടി ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ സാധാരണ ഒരു സ്ലീവാണ് മാർക്ക് ചെയ്തേണത്. ശേഷം മുകളിലോട്ട് ഒരു 2.5 ഇഞ്ചോളം ഞാൻ മുകളിലോട്ട് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ നല്ല വൈഡാക്കിയിട്ട് ആം ഹോൾ എടുത്തിട്ടുണ്ട്. കാരണം നമ്മളവിടെ ഒന്ന് ഫ്രിൽസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അടിയിൽ നമ്മൾ ഇലാസ്റ്റിക് വെക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഫ്ലെയർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് നമ്മളത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അടിയിൽ മടക്കിടിക്കാനുള്ള സീം അലവൻസ് എക്സ്ട്രാ വിട്ടിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുത്തത്. അപ്പോൾ ഈ ഒരു പീസ് വെച്ചിട്ട് നമ്മൾ 2 സ്ലീവ് മെയിൻ മെറ്റീരിയലിലും കൂടി കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ബാക്ക് പീസിലും ഫ്രണ്ട് പീസിലും ലൈനിങ് ഓൾറെഡി അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ കാണിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്, കാരണം വീഡിയോ അത്യാവശ്യം ലെങ്ത്ത് കൂടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു കട്ട് ചെയ്ത് വെച്ചേണ ക്യാൻവാസ് ഉണ്ടല്ലോ, അതും ഞാൻ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമ്മളുടെ ആ ഒരു ഷേപ്പ് അനുസരിച്ച് വിൽ പവർ ഷേപ്പാണ് കൊടുത്തേണത്. ഒരു സ്കാലപ്പ് അല്ലെങ്കിൽ ആ രീതിയിൽ വരുന്ന ഒരു ഷേപ്പ് ഉണ്ടല്ലോ, ആ ഒരു ഷേപ്പിൽ കൂടെ നമ്മളത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ശേഷം അതിൻ്റെ സ്റ്റിച്ച് ചെയ്തേണ ഒരു കാൽ പോർഷൻ ഉണ്ടല്ലോ, അവിടെ എല്ലാം ചെറുതായിട്ടൊരു ഞൊച്ചിട്ട് കൊടുത്തിട്ട് അത് ക്യാൻവാസോട് കൂടിയിട്ട് പതിച്ചടിക്കുകയാണ് ചെയ്യണത്. അതിനുശേഷം അത് തിരിച്ച് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഈ ഫ്രണ്ട് പോർഷൻ്റെ നെക്ക് റെഡിയാണ് കേട്ടോ. നമുക്ക് ആ ഒരു ട്രാൻസ്പെറൻറ്റ് നെക്ക് ഒരു ക്രോസ് പീസ് യൂസ് ചെയ്തിട്ട് നമ്മളൊന്ന് തിരിച്ച് മറിച്ചടിക്കുന്നുണ്ട്. നെറ്റ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അത് സാധാരണ നമ്മുടെ വീഡിയോസിലൊക്കെ ഒത്തിരി തവണ ഞാൻ കാണിച്ചിട്ടുണ്ട്. അത് ചെയ്യുന്നത് സാധാരണ നല്ല വശത്ത് ഒന്ന് ആ ഒരു ക്രോസ് ചെയ്ത് വെച്ചാണ് ആ ഒരു പീസ് ഉണ്ടല്ലോ, അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ശേഷം ഈ കേർവ്സിലൊക്കെ ഒരു നോച്ചിട്ട് കൊടുത്തിട്ട് തിരിച്ച് മറിച്ച് അടിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്.
അപ്പോൾ നെക്ക് ഇത് കംപ്ലീറ്റ് ആയി കിട്ടിയിട്ടുണ്ട്. അതിന് ശേഷം നമ്മുടെ ആ ഒരു ലെങ്ത് അനുസരിച്ച് 4 ഇഞ്ചാണ് നമ്മുടെ നെക്കിൻ്റെ ലെങ്ത്ത് പറഞ്ഞായിരുന്നത്. അതിൻ്റെ ഒരു മാർക്കിംഗ് അനുസരിച്ച് നമ്മുടെ ഈ ഓർഗൻസയുടെ പീസ് നമ്മളവിടെ വെച്ച് കൊടുത്തിട്ട് നമ്മളൊന്ന് ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ആദ്യമായിട്ട് അടിക്കണവർക്ക് അല്ലെങ്കിൽ സ്റ്റിച്ചിങ് അധികം വശമില്ലാത്തവരാണെങ്കിൽ ഒരു പേൾ പിന്നുണ്ടല്ലോ, നമ്മുടെ ഒരു ബോൾ പിന്ന്, അത് വെച്ചിട്ട് നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് ഒന്ന് സ്റ്റിക്ക് ചെയ്തിട്ട് ചെയ്യണതായിരിക്കും ബെറ്റർ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാതിരിക്കും. അപ്പോൾ ഫ്രണ്ട് കഴിഞ്ഞാൽ ബാക്കിലെ ക്യാൻവാസ് സാധാരണ നമ്മൾ ജോയിൻ ചെയ്യണ പോലെ തന്നെ റൗണ്ട് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. നെക്ക് അറ്റാച്ച്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം ഷോൾഡർ കവർ ചെയ്ത് അടിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഷോൾഡർ 2 ഭാഗം കവറിങ് മെത്തേഡാണ് ഞാൻ യൂസ് ചെയ്തത്. സ്ട്രെയിറ്റ് ആയിട്ട് ജോയിൻ ചെയ്യല്ല. അപ്പോൾ അതിൽ ചെയ്യണതിൽ ആർക്കെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിന് മുമ്പത്തെ ഒരു ഷോൾഡറൊക്കെ കവർ ചെയ്ത് അടിക്കുന്നത് ഒരു ചെറിയൊരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്, ഷോർട്ട് വീഡിയോ ആയിട്ടും ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് പോയി കണ്ടാൽ മതിയാവും കേട്ടോ. ഇനി സ്ലീവാണ് സ്റ്റിച്ച് ചെയ്യണത്. അപ്പോൾ സ്ലീവിൻ്റെ അടിഭാഗം ആദ്യമേ തന്നെ ഒന്ന് മടക്കിയടിച്ച് കൊടുക്കുക. ശേഷം നമ്മൾ മുകളിൽ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യണത്. കാണിയുടെ ഒരു ലെങ്ത്ത് കൂട്ടിയിട്ടിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അപ്പോൾ സാധാരണ നൂല് പൊട്ടിപ്പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. സാധാരണ ഒരു ടോപ്പ് സ്റ്റിച്ച് അത്യാവശ്യം കാണിയുടെ ലെങ്ത്ത് മാക്സിമം ഇട്ടിട്ട് നമ്മളൊന്ന് ഒരു ടോപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. ശേഷം ആ നൂലൊന്ന് ഇതുപോലെ 2 സൈഡിൽ നിന്നും ഒന്ന് വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ചെറിയൊരു ഫ്രിൽസ് പോലെ വരും കേട്ടോ. അപ്പോൾ ഇതുപോലെ നൂല് പൊട്ടാതെ ശ്രദ്ധിക്കണം. നൂല് പൊട്ടാതെ ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഫ്രിൽസ് ഇട്ട് കൊടുക്കുക. നമുക്ക് ആവശ്യമുള്ള ഒരു ഇലാസ്റ്റിക് ഉണ്ടല്ലോ, ഞാനൊരു 10 ഇഞ്ചിലാണ് ഇലാസ്റ്റിക് കട്ട് ചെയ്തത്. കാരണം എൻ്റെ ഒരു ബൈസെപ്സിൻ്റെ അളവ് വരുന്നത് 8 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു 2 ഇഞ്ച് കൂടി കൂട്ടിയിട്ടുണ്ട്. കാരണം നമ്മൾ എക്സ്ട്രാ കൂടുതലായിട്ട് മെറ്റീരിയൽ വിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് വലിച്ചടിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം സെയിം എലമെൻസും കൂടിയും വരുമല്ലോ. എന്നിട്ട് നമ്മുടെ ഈ ഇലാസ്റ്റിക് കാണാത്ത രീതിയിലൊന്ന് ഒരു പൊടിക്ക് മുകളിലോട്ട് കയറ്റി വെച്ചിട്ട് വലിച്ച് പിടിച്ചിട്ടൊന്ന് സ്ലീവിൻ്റെ എൻഡിലൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഒരു സ്ലീവ് റെഡിയാണ് കേട്ടോ. ഇനി ഷോൾഡറോട് കൂടിയിട്ട് സ്ലീവ് ജോയിൻ ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ സൈഡ് അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ യോക്ക് പോർഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. രണ്ട് സൈഡും നമ്മൾ കൂട്ടി യോജിപ്പിക്കണം കേട്ടോ. കാരണം നമ്മുടെ സിബ്ബോർഡ് കൂടിയിട്ടാണ് ഓപ്പണിങ് വരുന്നത്. അപ്പോൾ പിന്നെ 2 സൈഡും ആദ്യമേ തന്നെ ജോയിൻ ചെയ്യിപ്പിച്ച് കൊടുക്കണോണ്ട് കുഴപ്പമില്ല കേട്ടോ. അതിനുശേഷം ഞാൻ ഈ സ്ട്രെയിറ്റ് ചെയ്ത് കട്ട് ചെയ്ത് വെച്ചാണ് ആ ഒരു പീസുകളുണ്ടല്ലോ, 12 ഇഞ്ച് ലെങ്ത്തിൻ്റെ പീസുകൾ, അതെല്ലാം കൂടിയിട്ട് കൂട്ടി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ അടിഭാഗം ഒന്ന് മടക്കിയടിച്ച് കൊടുക്കുകയും കൂടിയും ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ചെറുതായിട്ട്
പ്ലീറ്റ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ കണ്ടിന്യൂസ്ലി ഒരു 6 പീസിൽ അത്യാവശ്യം നമുക്ക് ഫ്ലെയർ വരത്തക്ക രീതിയിൽ തന്നെ ചെറുതായിട്ട് പ്ലീറ്റ് ഇട്ട് കൊടുത്താൽ മതി. അധികം നമ്മൾ പ്ലീറ്റ് ഉള്ളിലോട്ട് കയറ്റും തോറും നമ്മുടെ മെറ്റീരിയലിൽ ഇച്ചിരി കുറവുണ്ടാവും കേട്ടോ. ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചാണ് ആ ഒരു അംബ്രല അടിഭാഗം ഞാൻ മടക്കി അടിച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മളുടെ ഈ ഒരു സാധാരണ നോർമൽ നൈഫ് പ്ലീറ്റ്സ് ഇട്ട് കൊടുത്താണ് പീസുകൾ അടിയിലും മുകളിലും, അതായത് രണ്ടാമത്തെ ലെയറും മൂന്നാമത്തെ ലെയർ ചെയ്തിട്ട് നമ്മൾ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ നമ്മളുടെ ഈ ഒരു 21 ഇഞ്ച് ആണെങ്കിൽ ശരിക്കും നമ്മുടെ പ്ലീറ്റിൻ്റെ ഒരു വിഡ്ത്ത് 7 ഇഞ്ച് വന്നാൽ മതി. പക്ഷെ നമ്മളതൊരു 12 ഇഞ്ചിലാണ് കട്ട് ചെയ്തെടുത്തത്. ഫിനിഷിങ് ഒരു 10, 9-10 വരുന്നുണ്ട്. പക്ഷെ അതങ്ങനെ കൂടുതൽ ഇട്ടണമെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുകളിലോട്ട് കുറച്ച് കയറ്റി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഇച്ചിരി കാറ്റ് വരുമ്പോഴോ അല്ലെങ്കിൽ നടക്കുമ്പോഴോ ഒന്ന് മുകളിലോട്ട് പൊന്തി പോയാലും നമ്മുടെ ഈ അറ്റാച്ച്മെൻറ്റ് കാണില്ല. അപ്പോൾ മുകളിലോട്ട് ഇത്തിരി കയറ്റി വെച്ചിട്ട് വേണം ഓരോ പീസുകളും നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ. കാരണം 7 ഇഞ്ചിലാണ് ലെങ്ത്ത് വരുന്നതെങ്കിലും അത് നമുക്കൊരു മുകളിൽ ഒരു 2 ഇഞ്ച് മുകളിലോട്ട് കയറ്റി വെച്ചിട്ട് വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. ഇനി ഫസ്റ്റ് ലെയറാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യണത്. അത് സാധാരണ അംബ്രലയിലാണ് കട്ട് ചെയ്തത്. അതുപോലെ തന്നെ നമ്മൾ ബോക്സ് പ്ലീറ്റ് ഇട്ട് കൊടുക്കില്ലേ, അതുപോലെയാണ് നമ്മൾ പ്ലീറ്റ് ഇട്ട് കൊടുത്തേണ്ടത്. രണ്ടാമത്തെയും മൂന്നാമത്തേലും സാധാരണ പ്ലീറ്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റത്തെ ആ ഒരു ലെയറിൽ ബോക്സ് പ്ലീറ്റ് ആണ് ഇട്ട് കൊടുത്തേണ്ടത്. കാരണം അതിൻ്റെ ഒരു വേവി ലുക്ക് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ 3 ലെയറും ബോക്സ് പ്ലീറ്റ് ഇട്ട് കൊടുത്താൽ ഒന്നും കൂടി ഭംഗിയുണ്ടാവും. പക്ഷേ എനിക്ക് മെറ്റീരിയൽ തികയാത്തത് കൊണ്ടാണ് ഞാൻ ഫസ്റ്റ് ലെയർ മാത്രം ബോക്സ് പ്ലീറ്റ് ഇട്ട് കൊടുത്തത്. ശേഷം ആ ഒരു പീസോട് കൂടിയിട്ട് നമ്മൾ ഈ പീസ് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഈ യോക്ക് പോർഷനോട് കൂടിയിട്ട് നമ്മളുടെ ഈ അംബ്രല കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അത് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ശേഷം നമ്മൾ കൺസീൽഡ് സിബാണ് ബാക്കിൽ ജോയിൻ ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ കൺസീൽഡ് സിബ് വെക്കുന്നത് ആർക്കെങ്കിലും പുതിയതായി കാണണം, നമ്മുടെ ചാനൽ പുതിയതായി കാണണം, ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മളത് ഓൾറെഡി മുമ്പേ തന്നെ നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട് വേറൊരു വീഡിയോ ആയിട്ട്. അപ്പോൾ അതൊന്ന് എടുത്ത് നോക്കിയാൽ മതി. സിബ് ജോയിൻ ചെയ്തതിന് ശേഷം അതൊന്ന് കൂട്ടി അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ഉടുപ്പ് റെഡിയാണ് കേട്ടോ. അതിന് ശേഷം ഉടുപ്പിൽ ചെറിയൊരു വർക്ക് വരുന്നത് ഹാൻഡ് വർക്കാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ക്രിസ്റ്റൽ പേൾസ് ഉണ്ടല്ലോ അത് യൂസ് ചെയ്തിട്ടാണ് നമ്മളത് ഫിനിഷ് ചെയ്തെടുത്തത്. അത് പിങ്കും നമ്മുടെ ഒരു ലാവൻഡർ ഷെയ്ഡും പിന്നെ ഒരു ആഷും കൂടിയിട്ട് വരുന്ന കളറാണ്. നമ്മുടെ ആ ഫ്ലവേഴ്സിൻ്റെ കളേഴ്സ് തന്നെ വെച്ചിട്ട് നമ്മുടെ ആ ഒരു ട്രാൻസ്പെറൻസിയുടെ ഭാഗത്ത് സാധാരണ ഇങ്ങനെ തുന്നി കൊടുക്കുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ അത് കാണുമ്പോൾ ഒരു രസം ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ ആ യോക്കിൻ്റെ കട്ടിങ് കഴിയണോടത്ത് ഞാനൊരു 3 ഫ്ലവേഴ്സും കൂടി നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് പിങ്കും പർപ്പിളും മജന്തയാണ് നമുക്ക് കിട്ടിയത്. അത് ഓപ്ഷനിലാണ്, ആവശ്യമുള്ളവർക്ക് മാത്രം വെച്ചാൽ മതി. അപ്പോൾ ആ ഒരു സംഭവം നമ്മൾ ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ട് ഒരു ഫെൽറ്റ് പേപ്പറിലാണ് ഞാൻ ആദ്യം ഒട്ടിച്ചത്. അത് വെച്ചിട്ട് നമ്മളൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇല്ല തുന്നാൻ പറ്റുവാണെങ്കിൽ അങ്ങനെ ആയാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ആ സൈഡിലും കൂടി വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഉടുപ്പ് റെഡിയാണ്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.